നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ശ്രീയിൽ CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വൻ ഇടപെടൽ. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മന്ത്രി K രാജനെ MA ബേബി വിളിച്ച് സംസാരിച്ചു. കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്ന ആവശ്യം MA ബേബി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടക്കാത്തതിൽ CPIക്ക് അതൃപ്തി ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചർച്ചകൾ നടക്കാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനവുമായി CPI നേതാക്കൾ മുന്നോട്ടു പോകും. ഇന്ന് രാവിലെ ചർച്ചകൾ നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രശ്നം തീർക്കാൻ CPI ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. PM ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയാൽ CPI വഴങ്ങും. ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനാണ് നേതൃത്വത്തിന്റെ നിലവിലെ തീരുമാനം. കേന്ദ്രത്തിന് അയക്കുന്ന കത്ത് പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം CPMന് മുന്നിൽ വയ്ക്കും. അത് അംഗീകരിച്ചാൽ LDF സമിതിയോടും മന്ത്രിസഭാ ഉപസമിതിയോടും സഹകരിക്കും. നിർദ്ദേശം തുടർ ചർച്ചകളിൽ മുന്നോട്ട് വയ്ക്കാനാണ് CPIയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം ഈ PM ശ്രീ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലാണ് എന്നും MA ബേബി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം CPI ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു, ഞങ്ങൾ സംസാരിച്ചു, രണ്ടുപേർക്ക് ഇവിടെ ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത്. കേരളത്തിൽ സർക്കാർ തലത്തിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കുന്നതിന് അഖിലേന്ത്യാ തലത്തിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്യാമെന്നായിരുന്നു MA ബേബി മുന്നോട്ട് വെച്ച വാഗ്ദാനം. പക്ഷേ CPI അനുനയിപ്പിക്കാൻ തിരക്കിട്ട് സമവായ നീക്കങ്ങൾ നടത്തുകയാണ് മുഖ്യമന്ത്രിയും CPM. എന്തായാലും ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാരെ ബഹിഷ്കരണം ഒഴിവാക്കാനാണ് തിരക്കിട്ട സമവായ നീക്കങ്ങൾ നടന്നത്. എന്തായാലും PM ശ്രീ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലാണ് എന്ന നിലപാടാണ് MA ബേബി കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം CPI ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു, ഞങ്ങൾ സംസാരിച്ചു, രണ്ടുപേർക്ക് ഇവിടെ ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത്. കേരളത്തിൽ സർക്കാർ തലത്തിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കുന്നതിന് അഖിലേന്ത്യാ തലത്തിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്യുമെന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. എന്നാൽ CPI അനുനയിപ്പിക്കാൻ തിരക്കിട്ട സമവായ നീക്കങ്ങൾ നടത്തുകയാണ് മുഖ്യമന്ത്രിയും CPM-ഉം. PM ശ്രീ ധാരണാപത്രം റദ്ദാക്കുക എന്ന ഒറ്റ ആവശ്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് മാറില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് CPI. സെക്രട്ടേറിയറ്റ് യോഗം ചൊവ്വാഴ്ച ഓൺലൈനിൽ ചേർന്ന് രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി ബിനോയ് വിശ്വം പക്ഷേ ഈ നിലപാട് ഉറപ്പിച്ചെടുത്തിരുന്നു. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം CPI മന്ത്രിമാർ ബഹിഷ്കരിക്കും. എന്തായാലും CPI അനുനയിപ്പിക്കാൻ CPM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തിയത് അനുകൂലമായി മാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബിനോയ് വിശ്വത്തെ ബേബി ഫോണിൽ വിളിച്ച് ഒത്തുതീർപ്പിനുള്ള സാധ്യത തേടി എന്നതടക്കമുള്ള വിവരങ്ങൾ ഇതെല്ലാം ഫലത്തിലാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഈ ധാരണാപത്രം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു നടപടിക്കും CPIക്ക് യോജിക്കാനാവില്ലെന്ന നിലപാടാണ് CPIക്കുള്ളതെന്നാണ് ബിനോയ് ഗ്രൂപ്പ് പറയുന്നത്. ഇരു പാർട്ടികളെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി വയ്ക്കാമെന്നും അതുവരെ പദ്ധതി നടപ്പാക്കാതെ മരവിപ്പിക്കാമെന്ന നിർദ്ദേശവുമാണ് ബേബി മുന്നോട്ട് വെച്ചതെന്നും പറയുന്നു. ഒപ്പിട്ട് കഴിഞ്ഞതിനാൽ ഇനി പിന്നോട്ട് നീങ്ങാൻ പറ്റില്ലെന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് CPIയെ മുന്നിൽ നിർത്തിയുള്ള ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആദർശം പണയം വയ്ക്കാനാകുമോ എന്നാണ് CPI മുഖപത്രമായ ജനയുഗത്തിലൂടെ ചോദിക്കുന്നത്. ഫണ്ട് നൽകില്ലെന്ന കേന്ദ്ര നിലപാടിനോട് പോരടിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ പദ്ധതി അനിവാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ പട്ടിക തയ്യാറാക്കലടക്കം PM ശ്രീയുടെ തുടർ നടപടികൾ നിർത്തിവെച്ചിരുന്നു. നിശബ്ദത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധാരണാപത്രം റദ്ദാക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ലെന്ന് CPI മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. അതേസമയം PM ശ്രീ പദ്ധതിക്കെതിരെ പ്രമേയവുമായി കണ്ണൂർ കോർപ്പറേഷൻ. പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ CPM-ഉം BJP-യും എതിർത്തു. CPM-ന്റെ വിയോജനക്കുറിപ്പിൽ CPI ഒപ്പുവച്ചില്ല. CPI കൗൺസിലർ KV അനിതയാണ് വിയോജനക്കുറിപ്പിൽ ഒപ്പുവയ്ക്കാതെ വിട്ടുനിന്നത്. UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു UDF കൗൺസിലർ PM ശ്രീ സംബന്ധിച്ച പ്രമേയം കൊണ്ടുവന്നത്. LDF-ന് 19ഉം BJP-ക്ക് 1 കൗൺസിലറുമാണ് ഇവിടെയുള്ളത്. ഇതിൽ CPI-യുടെ ഏക കൗൺസിലറാണ് അനിത. CPM പ്രശ്നങ്ങൾ തദ്ദേശ തലത്തിലും അലയടിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കണ്ണൂർ കോർപ്പറേഷനിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ. അതേസമയം PM ശ്രീയുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളിൽ അനുനയത്തിനെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണും. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് CPI തീരുമാനം. PM ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾക്ക് തൽക്കാലം വിരാമം ഇട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതേസമയം PM ശ്രീയുടെ പേരിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ
ആരോപണങ്ങൾ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അതിനിടെ നേതാക്കൾക്കിടയിൽ സ്വകാര്യ ചർച്ചകൾക്കും സാധ്യതയുണ്ട്. മുന്നണിയിൽ CPI വേണോ PM ശ്രീ വേണോ? ഇക്കാര്യം CPM-ന് തീരുമാനിക്കാമെന്ന് CPI പറയുമ്പോൾ പറയാനുള്ളതെല്ലാം കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞെന്നാണ് CPM-ന്റെ നിലപാട്. അത് മുഖ്യമന്ത്രി നേരിട്ട് BJP നയത്തിന് കീഴടങ്ങുകയല്ലെന്നും ഫണ്ടാണ് മുഖ്യമെന്ന് വിശദീകരിച്ചിട്ടും വഴങ്ങാത്ത CPI നിലപാട് മുഖ്യമന്ത്രിയെ CPM-നെയും വലിയ രീതിയിലാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തിന് ശേഷം യാതൊരു ചർച്ചയും ഇരു പാർട്ടികൾക്കുമിടയിൽ നടന്നിട്ടില്ല. അതിനിടെ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടും വിദ്യാഭ്യാസ രംഗത്ത് കേരള മാതൃക തുടരുമെന്ന് വിശദീകരിച്ചും വിദ്യാഭ്യാസ മന്ത്രി പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വിവാദം അടിസ്ഥാനമെന്നും വിശദീകരിക്കുന്ന ഈ ലേഖനം CPIക്കുള്ള മുന്നറിയിപ്പും മറ്റൊരു വിശദീകരണവുമാണ്. ലേഖനത്തിന് അപ്പുറം മറ്റൊന്നും പറയാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം. മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും LDF കൺവീനർ തലസ്ഥാനത്തില്ല. ബിനോയ് വിശ്വം മാത്രമാണ് തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിലും ഒരുമിച്ചൊരു ചർച്ചയ്ക്ക് സാധ്യത കാണുന്നില്ല. മുന്നണിയിലെ മറ്റ് കക്ഷികൾ തർക്കത്തിൽ ഇടപെട്ടിട്ടുമില്ല. എന്നാൽ ഈ വിഷയം എങ്ങനെ അവസാനിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എറണാകുളത്ത് ഭക്ഷ്യവകുപ്പിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി മില്ലുടമകളിൽ ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയായിരുന്നു. CPI മന്ത്രിമാരടക്കമുള്ളവർ യോഗത്തിനെത്തിയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.